ഇതാരത് കീറിയത്? ചോദിച്ചു കേട്ടില്ലേ? ഇതാരാ കീറിയെന്ന്? ശരിയാണല്ലോ. രാജോട്ടാ, ഇത് കണ്ടില്ലായിരുന്നോ? ഇല്ല സാറേ. അന്തരി, താൻ കണ്ടില്ലായിരുന്നോ? ഇല്ല സർ, ഞാനത് ശ്രദ്ധിച്ചേയില്ല. ആരെങ്കിലും ഒരാൾ ബോധപൂർവ്വം ചെയ്യാതെ ഇതിങ്ങനെ സംഭവിക്കില്ല. ആരാത് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞാൻ പറ്റൂ. അച്ഛാ, എല്ലാവരും വിളിക്കേ. എന്നിട്ട് ഇത് ചെയ്ത് ആരാണെന്ന് ചോദിക്കേ. വിളിക്ക്. അത് ചെയ്തതേ ഞാനാ. ഇത് കീറിക്കളഞ്ഞത് ഞാനാ. അതിന് ആർക്കെങ്കിലും പകരം ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. പത്മ, താൻ എന്തിനാ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യാൻ പോയത്? എന്റെ വീട്ടിന്റെ ഹാളിൽ കാലാകാലങ്ങളായിട്ട് ഒരു ഫോട്ടോ തൂങ്ങുന്നുണ്ട്. എന്റെ മകൻ കാണിച്ച ഒരു അബദ്ധത്തിന്റെ തിരുശേഷിപ്പ്. നിത്യേന ഇറങ്ങുമ്പോഴും കേറുമ്പോഴും ആ നാണക്കേട് ഞാൻ സഹിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇനി ഒന്നും കൂടെ സഹിക്കാൻ എനിക്ക് വയ്യ. എന്റെ കുടുംബത്തില് ഞാൻ നിശ്ചയിക്കുന്ന ഒരു ചിത്രമുണ്ട്. എന്റെ ഭർത്താവും എന്റെ മക്കളും എന്റെ മരുമകനും അടങ്ങുന്ന അന്തസ്സുള്ള ചിത്രം. അതിനപ്പുറത്തേക്ക് അർഹതയില്ലാത്ത ആരെങ്കിലും തിരികെ കയറ്റിയാലും അത് ഞാൻ ചോദ്യം ചെയ്യും. അത് ഇനി ഈ വീടിനകത്ത് എവിടെ സ്ഥാപിച്ചാലും അത് ഞാൻ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നശിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ എന്റെ തീരുമാനം അനുസരിച്ച് ഞാൻ പറഞ്ഞട്ടെ. എനിക്ക് നശിപ്പിക്കാൻ തോന്നുന്നൊക്കെ ഞാൻ നശിപ്പിക്കട്ടെ. നീ ആരെയാടാ വെല്ലുവിളിക്കുന്നെ? ആർക്ക് വേണ്ടിയാ വെല്ലുവിളിക്കുന്നെ? നാണയില്ലടാ നിനക്ക്? ഇവളെ പോലൊരു വേലക്കാരിക്ക് വേണ്ടി ഇവരുടെ മുന്നിലൊക്കെ കിടന്ന അന്തസ്സില്ലാതെ പെരുമാറാൻ. ഇവിടെ നടന്ന ഒരു ഫംഗ്ഷനില് ഇവളെ പിടിച്ച അച്ഛന്റെ ഇടതുഭാഗത്ത് നിർത്തിയതുകൊണ്ട് ഈ കുടുംബത്തില് അവളെ അംഗീകരിക്കുമെന്ന് നീ ആശിക്കുന്നുണ്ടോ? ഈ നിൽക്കുന്നവളില്ലേ, അവിടെ അടുക്കളയിലെ മൂലയില് ചാരി വെച്ചിരിക്കുന്ന കുറ്റിച്ചൂലിന്റെ വില മാത്രമേ പത്മയുടെ മനസ്സിലുള്ളൂ, ഈ കുടുംബത്തിലുള്ളൂ. സൂര്യ, സൂര്യ, വേണ്ട. നിർത്തിക്കോളാം പറ. ഇതിനപ്പുറത്തേക്കൊരു വാക്ക് പോലും ഞാൻ സഹിക്കില്ല. നീ എന്നെ അടിക്കാൻ കൈ ഓങ്ങിയോ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഇങ്ങനെ. അടുത്ത തവണ നീ എന്നെ തല്ലിയിരിക്കണം. കാരണം നിന്നോട് എന്റെ നേർക്ക് കൈയോങ്ങാൻ പറയുന്നതേ ഇവളാ. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ അത് ചെയ്യും. ഭാര്യയുടെ അടിമയായി മാറിക്കഴിഞ്ഞ ഒരുത്തന് അമ്മയെ തല്ലി എന്നുള്ളൊരു പട്ടം അത്ര മാനക്കേടുള്ളതൊന്നും ആയിരിക്കില്ല. അടിക്കാൻ വന്നേക്കുന്നവൻ അഹങ്കാരി. എന്താ തെറ്റാ സർ? അമ്മയുടെ നേരെ ഒരു കാരണവശാലും കൈ ഓങ്ങാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ താനും കേട്ടല്ലേ? അടുക്കള മുലയിൽ ചാരി വെച്ചിരിക്കുന്ന
കുറ്റിച്ചൂലിന്റെ വിലയാണ് തനിക്കെന്ന് പറഞ്ഞ അതും അംഗീകരിച്ച് തല കുനിച്ച് നിൽക്കണം ഞാൻ. സൂര്യ, ദേ അച്ഛാ, കളിക്കുന്നത് തീ കൊണ്ടാണെന്ന് ഭാര്യയോടൊന്ന് പറഞ്ഞേക്ക്. അച്ഛന് ഞാൻ തരുന്ന റെസ്പെക്ട് അമ്മയ്ക്ക് കിട്ടുന്ന ഒരു കാലത്തും പ്രതീക്ഷിക്കണ്ട. എന്ത് ചെയ്യാനാ മോളെ? രാജേട്ടാ, ഈ ഫോട്ടോ ഇവിടെ നിന്നെടുത്ത് മാറ്റിയേക്ക്. ഇതിന് ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല. എടുക്ക രാജേട്ടാ. പുറത്തുണ്ടേ കളഞ്ഞേക്ക്.